ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായ ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇവിടെ ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. റീവിസിറ്റ് ദ പാസേജ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഒരു പാസേജ്, ഈ ഒരു പാഠം വായിച്ച് നോക്കിയതിന് ശേഷം താഴെ കാണുന്ന ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ദ ഷാർക്ക് അറ്റാക്ക് ഷാറ്റേഡ് ദ സർഫർ ഇൻ ബഥനി. ഹൗ ഡിഡ് ബഥനി ഫീൽ ആഫ്റ്റർ ദി അറ്റാക്ക്? പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ എക്സെപ്റ്റ് ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം ബഥനിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അപ്പോൾ അതിനുശേഷം അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു, അതിനുള്ള ഉദാഹരണങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ദി അറ്റാക്ക് ബഥനി ഫെൽറ്റ് ഷോക്ക്ഡ് ആൻഡ് സ്കെയർഡ്. ആകെ പേടിച്ച് ഷോക്ക്ഡായ ഒരു അവസ്ഥയിലായിരുന്നു. ഷീ സോ ദ വാട്ടർ ടേൺ റെഡ് വിത്ത് ഹെർ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് ലൂസിങ് ഹെർ ആം. അപ്പോൾ എന്താണ്, തൻ്റെ തൊട്ട് മുൻപിൽ വെള്ളം ചുവന്ന നിറമാവുന്നതും അതുപോലെ തന്നെ തൻ്റെ കൈ നഷ്ടപ്പെട്ടതുമായ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവത്തിലായിരുന്നു അവർ. ഈവൻ ഇൻ എ വേൾപൂൾ ഓഫ് ഡെസ്പയർ വൺ ക്യാൻ സർവൈവ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ്. ഈസ് ദിസ് ട്രൂ ഓഫ് ബഥനി? ഡിസ്കസ്. അപ്പോൾ എന്ത് വലിയ ദുഃഖത്തിലാണെങ്കിലും ഒരാൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ വീണ്ടും മുന്നോട്ട് വരാൻ സാധിക്കും. ഈ പറയുന്ന കാര്യം ബഥനിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ദിസ് ഈസ് ട്രൂ ഫോർ ബഥനി. ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഹെൽപ്ഡ് ഹെർ ഡ്യൂറിങ് ഹെർ റിക്കവറി. തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഫ്രണ്ട്സും അവളെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഇതാണ് അവർക്ക് സ്ട്രെങ്ത്, അവരുടെ പ്രതീക്ഷയും ഒക്കെ വീണ്ടും നൽകിയത്. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡസ് ബഥനി കൺസോൾ ഹെർസെൽഫ് വൈൽ റിക്കവറിങ് ഇൻ ദ ഹോസ്പിറ്റൽ? അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന അവസ്ഥയിൽ റിക്കവർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സ്വയം ആശ്വസിപ്പിച്ചത്, അല്ലേ? കൺസോൾ ചെയ്യാന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുക. ബഥനി കൺസോൾഡ് ഹെർസെൽഫ് ബൈ തിങ്കിങ് അബൌട്ട് ബിക്കമിങ് എ സർഫ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ അവർ ഇനി എന്തായാലും സർഫിങ് നടക്കില്ല, അപ്പോൾ പിന്നെ സർഫിൻ്റെ ഫോട്ടോഗ്രാഫർ ആവണമെന്നാണ് ബഥനി ആഗ്രഹിച്ചത്. ദിസ് ഹെൽപ്ഡ് ഹെർ ഫോക്കസ് ഓൺ എ ന്യൂ ഗോൾ ഇൻസ്റ്റെഡ് ഓഫ് ഹെർ ഫിയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഭയത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി പുതിയൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. Bethany's return to the surfboard was a surprise to everyone. She became an inspiration to all. What message does her life give us? അപ്പോൾ ഇവിടെ വീണ്ടും സർഫ് ബോർഡിലേക്ക് തിരിച്ചെത്തി, അത് ആളുകൾക്കൊരു പ്രചോദനമായി മാറി. അപ്പോൾ എന്ത് മെസ്സേജാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, ഇവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത്? ബഥനീസ് ലൈഫ് ഷോസ് ദാറ്റ് വി ക്യാൻ ഓവർകം ചലഞ്ചസ്. ഏത് പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇറ്റ് ടീച്ചസ് അസ് ടു ബിലീവ് ഇൻ അവർ സെൽവ്സ് ആൻഡ് ടു കീപ് ഗോയിങ് ഈവൻ വെൻ തിങ്സ് ആർ ടഫ്. അപ്പോൾ എന്താണ്, നമുക്കൊരു നമ്മളുടെ കഴിവിലൊരു വിശ്വാസം വേണം. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ടഫായ സാഹചര്യത്തെയും നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. The tiny bit of doubt within, you will never surf again, was gone in one wave. What does Bethany mean by this? അപ്പോൾ ഇവിടെ പറയാണ്, എൻ്റെ അവസാന കണിക, സംശയത്തിൻ്റെ കണികയും എന്നിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുകയാണ്. ഇനി ഒരിക്കലും സർഫ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്ത, ആ ചിന്ത മുഴുവനായിട്ടും മാറി. എന്താണ് ഇവിടെ ഇവർ ഈ പറയുന്നതിൻ്റെ അർത്ഥം? Bethany means that her doubt about not surfing again disappeared when she caught a wave. അപ്പോൾ ഈ പറയുന്ന സർഫ് ബോർഡിൽ കയറി നിൽക്കാനും അതുപോലെ തിരമാലയുടെ മുകളിലൂടെ പോകാനും ഒക്കെ സാധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി തനിക്ക് വീണ്ടും ഒരു സർഫറായിട്ട് തുടരാൻ കഴിയുമെന്ന്. ആ ഒരു ആത്മവിശ്വാസം വന്നു. ഇറ്റ് മെയ്ഡ് ഹെർ റിയലൈസ് ഷീ കുഡ് സ്റ്റിൽ സർഫ് ഡെസ്പൈറ്റ് ലൂസിങ് ഹെർ ആം. അപ്പോൾ ഈ കൈ നഷ്ടപ്പെട്ടു പോയെങ്കിലും വീണ്ടും തനിക്കൊരു സർഫറായി തുടരാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, ബെത്തനി ഹാമിൽട്ടൺസ് ലൈഫ് ഈസ് എ മിക്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ വന്നിട്ടുണ്ട്. Pick out from the passage the statements related to the words in column A and write them in column B. അപ്പോൾ കോളം എയിൽ കൊടുത്തിരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇതിന് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്ന എന്താണെന്നുള്ളത് കോളം ബിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രീം,
ബെഥനി ഡ്രീംഡ് ഓഫ് റിട്ടേണിംഗ് ടു സർഫിംഗ് ആഫ്റ്റർ ദി അറ്റാക്ക്. ഓക്കെ, അപ്പോൾ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു തിരിച്ച് ഈ സർഫിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുള്ളത്. മിസ്ഹാപ്പ്, ദുരന്തങ്ങളാണ്. ദ ഷാർക്ക് അറ്റാക്ക് വാസ് എ മേജർ മിസ്ഹാപ്പ് ഇൻ ബെഥാനീസ് ലൈഫ്. ഡിസപ്പോയിൻമെൻറ്റ്, നിരാശകൾ. ഷീ ഫേസ്ഡ് ഡിസപ്പോയിൻമെൻറ്റ് തിങ്കിങ് ഷീ മൈറ്റ് നെവർ സർഫ് അഗെയിൻ. അപ്പോൾ വീണ്ടും തനിക്ക് സർഫ് ചെയ്യാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്നുള്ള ഒരു നിരാശ ഉണ്ടായിരുന്നു. ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനമാണ്. ബെഥനി ഷോഡ് ഹെർ ഡിറ്റർമിനേഷൻ ബൈ വർക്കിംഗ് ഹാർഡ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ്. അപ്പോൾ എന്താണ്, വീണ്ടും തിരിച്ചു വരാനായിട്ട് അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അതിന് വേണ്ടിയിട്ടൊരു ഉറച്ച തീരുമാനം അവർക്കുണ്ടായിരുന്നു. ഡെയറിങ് ടു ഡ്രീം അഗെയിൻ, വീണ്ടും സ്വപ്നം കാണാൻ ഉള്ള ധൈര്യമുണ്ടായി. ഷീ ഡെയർ ടു ഡ്രീം അഗെയിൻ വെൻ ഷീ ഡിസൈഡ് ടു സർഫ് ആഫ്റ്റർ ഹെർ റിക്കവറി. സപ്പോർട്ട്, ഇനി മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെഥനി റിസീവ്ഡ് സപ്പോർട്ട് ഫ്രം ഹെർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഡ്യൂറിങ് റിക്കവറി. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ ഫ്രണ്ട്സൊക്കെ അവളെ നന്നായി സപ്പോർട്ട് ചെയ്തു ഒരു തിരിച്ചു വരവിനായിട്ട്. സക്സസ്, വിജയം. ഷീ അച്ചീവ്ഡ് സക്സസ് ബൈ റിട്ടേണിംഗ് ടു സർഫിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് അതേഴ്സ്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് വീണ്ടും ഈ ഒരു ഫീൽഡിലേക്ക് ഒരു കൈ നഷ്ടപ്പെട്ടതിന് ശേഷവും വീണ്ടും ഒരു സർഫറായിട്ട് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും വലിയൊരു പ്രചോദനമായിരുന്നു. ഇൻസ്പിറേഷൻ. Bethany became an inspiration to many for her courage and resilience. അപ്പോൾ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും ധൈര്യവും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. The ever-growing number of reporters who heard what had happened to me were eager to break my story. Very soon, the news of the shark attack was flashed worldwide. A few news reports are given below. അപ്പോൾ ഈ ഒരു സംഭവം വളരെ പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും എത്തുകയും ആളുകൾ അറിയുകയൊക്കെ ചെയ്തു. അതുപോലെ ന്യൂസ് പേപ്പറിൽ ഈ ഒരു വാർത്ത വരികയും ചെയ്തു. As these clippings are from old newspapers, the matter appears faded. അപ്പോൾ ഇത് പഴയ ഒരു ന്യൂസ് പേപ്പറിലെ വാർത്തയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. പഴയ ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമല്ല. അപ്പോൾ പുതിയൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയുകയാണ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദി എക്സെപ്റ്റ്. യു മേ ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1, കളക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. സ്റ്റെപ്പ് 2, അനലൈസ് ആൻഡ് അറേഞ്ച് ഡാറ്റ ഇൻ ദ ഇൻവേർട്ടഡ് പിരമിഡ് ഓർഡർ. അപ്പോൾ ഒരു പിരമിഡ് എങ്ങനെയാണോ തല തിരിച്ചു വെച്ചാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, താഴേക്ക് വരുന്തോറും മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. പിന്നെ ഒരു നല്ല ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കാം. ഷാർക്ക് അറ്റാക്ക് ഓൺ യങ് സർഫർ. ഇതിനെക്കുറിച്ചാണ് ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ നമ്മളിങ്ങനെയാണ് കൊടുക്കുന്നത്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ ഹെഡ്ലൈൻ, ബൈലൈൻ, ഡേറ്റ് ലൈൻ എന്നുള്ളതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഹെഡ്ലൈൻ ഇതാണ്: യങ് സർഫർ ബെഥാനി ഹാമിൽട്ടൺ സർവൈവ്സ് ഷാർക്ക് അറ്റാക്ക് ബൈ, നിങ്ങളുടെ പേര് കൊടുക്കാം, ഡേറ്റ് നമുക്ക് കൊടുക്കാം, ഹവായ് 1 November 2003. ഇനി ഒന്നാമത്തെ ഒരു പാരഗ്രാഫിൽ എന്താണ് സംഭവം എന്നുള്ളത് ഏറ്റവും ചുരുക്കി നമ്മൾ പറഞ്ഞിരിക്കണം ഒരു ന്യൂസ് റിപ്പോർട്ടിൽ. അപ്പോൾ അത് നമ്മളിവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. In a shocking incident that has captured the attention of the world, 13-year-old surfer Bethany Hamilton was attacked by a shark while surfing off the coast of Kauai, Hawaii. The attack occurred on October 31st, 2003 as Hamilton enjoyed a routine morning surf with friends. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ ഏറ്റവും ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എപ്പോഴാണ്, എങ്ങനെയാണ്, ഹൗ, വെയർ, വെൻ, വൈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വിറ്റ്നസ്സസ് റിപ്പോർട്ട് ദാറ്റ് ദ വാട്ടർ വാസ് കാം ആൻഡ് ക്ലിയർ വെൻ ദ അറ്റാക്ക് ഹാപ്പൻഡ്. അപ്പോൾ ഇത് കണ്ട ആളുകൾ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്, വെള്ളം വളരെ വലിയ തിരമാലയൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കാം ആൻഡ് ക്ലിയർ ആയിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. Hamilton was relaxing on her board when a massive tiger shark bit off her left arm.
Despite the traumatic experience, Hamilton displayed remarkable courage and resilience. അപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിച്ചപ്പോഴും വളരെ ധൈര്യത്തോടു കൂടി തന്നെ അതിനെ ഫേസ് ചെയ്തു. Her friends and family quickly responded, helping her each reach safety and ensuring she received immediate medical attention. അപ്പോൾ തന്നെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള ആളുകളൊക്കെ അവിടേക്ക് വന്നു, അവളെ സഹായിച്ചു. ഹാമിൽട്ടൺ വാസ് റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ. ഹാമിൽട്ടൺ എന്ന് പറയുന്നത് ഇവിടെ ബെഥനിയുടെ ഫാദറാണ്. ഹാമിൽട്ടൺ വാസ് റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ വെയർ ഡോക്ടർ വർക്ക് ടു സേവ് ഹർ ലൈഫ്. ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഡോക്ടർ റോബിൻസ്കി, അപ്പോൾ അന്ന് സർജറി നടത്തിയ ഡോക്ടറുടെ പേരാണ് ഡോക്ടർ റോബിൻസ്കി, ഹു പെർഫോം ദ സർജറി കൺഫേം ദാറ്റ് ഹാമിൽട്ടൺ had lost her arm but emphasized that the focus was on her recovery. അപ്പോൾ കൈ എന്തായാലും നഷ്ടപ്പെട്ടു പോയി, ഇനി അവർ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ജീവൻ രക്ഷപ്പെടുത്താനാണ് എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. The news of the attack spread rapidly, with reporters flocking to the hospital to cover the story. Her family expressed gratitude for the overwhelming support from the community and fans worldwide. അപ്പോൾ എല്ലാവരിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ടിന് അവർ പ്രത്യേകം നന്ദി പറയുന്നു കുടുംബാംഗങ്ങൾ. In the wake of the incident, Hamilton has shown a strong desire to return to surfing. അപ്പോൾ ഇപ്പോഴും ഈ ബെഥനിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വീണ്ടും തനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു സർഫിങ്ങിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ കോട്ട്സ് എന്ന് പറയുന്ന അത് നമുക്കിവിടെ കൊടുക്കാം. I want to be the best surf photographer in the world. Her determination has inspired many and she has become a symbol of resilience in the face of adversity. As the story continues to unfold, Hamilton's journey of recovery and her passion for surfing will undoubtedly resonate with many, reminding us all the strength of the human spirit. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഇച്ഛാശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള അവൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അനുഭവമാണ് ഈ വ്യക്തി നമുക്ക് നൽകുന്നത്. You are the bearer of hope for those who have been handed a bad deal in the card game of life. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ കാർഡ് ഗെയിമിൽ എന്താണ് ഒരു മോശം അവസ്ഥ ഉണ്ടായ ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നിട്ടുള്ള ആളുകൾക്ക് നിങ്ങളൊരു വലിയ പ്രചോദനമാണ് എന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞു. എ ഫ്രണ്ട് റിമാർക്ഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ന്യൂസ് റിപ്പോർട്ട് കൊടുക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി 3. While at the hospital, Bethany tries to console herself and regain self-confidence. She decides to dream differently. She jots down her feelings. അവരുടെ ഫീലിങ്സ് ഒക്കെ എഴുതി വെച്ചു. In her diary, help her complete the diary entry. അപ്പോൾ ഇത് ഇവിടെ ബെഥാനിയുടെ ഡയറി എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡയറി എഴുതുന്നതെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ ഡയറി എന്ന് എഴുതണം, വലതുഭാഗത്തായിട്ട് നടുക്കായിട്ട്. അതിനുശേഷം വലതുഭാഗത്താണ് നമ്മൾ വർഷം, അതിൻ്റെ താഴെ ഈ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മാറ്റർ എന്താണെന്ന് നോക്കാം. നൗ വാട്ട്, ഇനി എന്ത് ചെയ്യും? വിൽ ഐ ബി ഏബിൾ ടു റിയലൈസ് മൈ ഡ്രീം, എൻ്റെ സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുമോ? ടുഡേ ഹാഡ് ബീൻ ടഫ്, ഐ ക്യാൻ ബിലീവ് വാട്ട് ഹാപ്പൻ ടു മീ, ഐ ഫീൽ സ്കെയർഡ് ആൻഡ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞാൻ വളരെ ഉത്കണ്ഠാകുലയാണ്. സർഫിംഗ് ഹാസ് ഓൾവേസ് ബീൻ മൈ പാഷൻ ആൻഡ് നൗ ഐ വണ്ടർ ഇഫ് ഐ ക്യാൻ എവർ റൈഡ് ദ വേവ്സ് ഒക്കെ. അപ്പോൾ സർഫിംഗ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇനി എനിക്കത് ചെയ്യാൻ സാധിക്കുമോ? ഐ റിമെമ്പർ ഓൾ ദ ടൈംസ് ഐ ഫെൽറ്റ് ഫ്രീ ആൻഡ് ഹാപ്പി ഓൺ മൈ ബോർഡ്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സമയം ഞാൻ ഇത് റൈഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ബോർഡ് ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സർഫ് ചെയ്യുമ്പോഴാണ്. ഐ വാണ്ട് ടു ഹോൾഡ് ഓൺ ടു ദാറ്റ് ഫീലിംഗ്. എനിക്കത് വീണ്ടും വേണം. ഐ നോ ഐ നീഡ് ടു ബി സ്ട്രോങ്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആർ ഹിയർ സപ്പോർട്ടിങ് മീ ആൻഡ് ദാറ്റ് ഗിവ്സ് മീ ഹോപ്പ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ പ്രതീക്ഷ. ഐ വിൽ ലേൺ ടു അഡാപ്റ്റ് ആൻഡ് ഫൈൻഡ് ന്യൂ വേസ് ടു സർഫ്. അപ്പോൾ സർഫിംഗ് മേഖല എന്തായാലും എനിക്ക് വിടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് ഇനി സർഫ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫിയുടെ ഫീൽഡിലേക്ക് മാറുകയാണ്, സർഫിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി. മേ ബി ഐ ക്യാൻ പെർസ്യൂ ഫോട്ടോഗ്രാഫി ഓർ ഇൻസ്പയർ അതേഴ്സ് ലൈക്ക് മീ. ഐ ക്യാൻ ഗിവ് അപ്പ് ഓൺ മൈ ഡ്രീംസ്. എന്തായാലും എനിക്ക് എൻ്റെ സ്വപ്നം ഒഴിവാക്കാൻ കഴിയില്ല. ഐ വിൽ വർക്ക് ഹാർഡ് ടു ഓവർകം ദിസ് ചാലഞ്ച് ആൻഡ് കീപ് സ്ട്രൈവിംഗ് ഫോർ വാട്ട് ഐ ലവ്. എനിക്കിഷ്ടമുള്ള ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും. ഐ വോണ്ട് സറണ്ടർ. ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല. ഐ വിൽ ഫൈറ്റ് ഓൺ. ഞാൻ തീർച്ചയായും ഇതിന് വേണ്ടി പൊരുതും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡയറി എഴുതാവുന്നതാണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി. ബെഥനി ഫേസ്ഡ് ദ ഷാർക്ക് അറ്റാക്ക് when she was 13. She achieved her dream of returning to the surfboard because of her strong will. What aspect of her personality helped Bethany realize her dream?
അപ്പോൾ എന്ത് സ്വഭാവ സവിശേഷതകളാണ് ഇവരെ ഈ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ചത്? അപ്പോൾ അവിടെ ക്യാരക്ടർ ട്രൈറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എവിഡൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. ക്യാരക്ടർ ട്രൈറ്റ്സ്: അംബീഷ്യസ്, വലിയ ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ്. ഇറ്റ് വാസ് ഹർ ഗ്രേറ്റ് അംബിഷൻ ടു ബിക്കം എ പ്രൊഫഷണൽ സർഫർ. വിൽ പവർ, മനസ്സിൻ്റെ ശക്തിയാണ്. ഡെസ്പൈറ്റ് ലൂസിങ് ഹർ ആം, ഷി വാസ് ഡിറ്റർമിൻഡ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ് ആൻഡ് കണ്ടിന്യൂ സർഫിംഗ്. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഐ നോ ഐ ക്യാൻ ഫൈൻഡ് എ വേ ടു സർഫ് അഗെയിൻ ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ടൈം. അതിനുള്ള എക്സാമ്പിളാണ് അവിടെ പറയുന്നത്. Resilience, surfing isn't everything, right? You will find something else to do to have fun. I want to be the best surf photographer in the world. Courage, ധൈര്യം. Bethany faced her fears and returned to surfing after her attack, demonstrating great bravery. അപ്പോൾ വലിയ ധീരത ഇവിടെ കാണിക്കുന്നുണ്ട്. Optimism, അതായത് ശുഭാപ്തി വിശ്വാസം, പോസിറ്റീവ് തിങ്കിങ്. She remained positive about her future, believing she could still pursue her dreams despite challenges. ഇനി ഈ ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. യൂസ് ദ ടേബിൾ ടു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബെത്തനി ഹാമിൽട്ടൺ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം. Bethany Hamilton. Bethany Hamilton is an extraordinary person known for her ambition, determination, confidence, resilience, courage and optimism. ഇതൊക്കെയാണ് ഇവരുടെ കഴിവുകൾ. From a young age she dreamed of becoming a professional surfer. ഒരു പ്രൊഫഷണൽ സർഫർ ആണോ എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. However, this dream faced a huge challenge when she lost her arm in a shark attack at just 13 years old. ഇപ്പോൾ 13 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. Even after this life-changing event, Bethany was determined to get back to surfing. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വലിയ അപകടം നടന്നിട്ടും ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമായിട്ടും അവർ വീണ്ടും സർഫിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. ഷീ ഫേമസ്ലി സെഡ്, ഇവർ പറഞ്ഞ ഒരു വാക്ക്, സെൻറ്റൻസ്, കൊട്ടേഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഐ നോ ഐ ക്യാൻ ഫൈൻഡ് എ വേ ടു സർഫ് അഗെയിൻ. എനിക്ക് വീണ്ടും സർഫിങ് ചെയ്യാൻ കഴിയും. ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ടൈം, അതിനുവേണ്ടി കുറേ സമയമെടുത്താലും ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ്. ഹെർ എബിലിറ്റി ടു ബൗൺസ് ബാക്ക് വാസ് ഇംപ്രസീവ്. വീണ്ടും തിരിച്ചു വരാനുള്ള കഴിവ് അത് വളരെ ഗ്രേറ്റ് ആണ്. She reminded herself that surfing isn't everything and even thought about becoming the best surf photographer in the world. അപ്പോൾ സർഫിംഗ് നടന്നില്ലെങ്കിൽ സർഫ് ഫോട്ടോഗ്രാഫർ ആണോ എന്നുള്ളായിരുന്നു അവരുടെ ആഗ്രഹം. This shows how strong she is in adapting to new situations. പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള അവരുടെ കഴിവ്. Bethany's bravery is clear in her choice to confront her fears and return to surfing, which took a lot of courage. അപ്പോൾ അതിന് ധാരാളം ധൈര്യം വേണം. ധാരാളം ധൈര്യമുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. Throughout her journey, she stayed positive, believing she could still chase her dreams despite the obstacles. അപ്പോൾ ഈ എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും പോസിറ്റീവായിട്ട് തന്നെ അവരിരുന്നു. Overall, Bethany Hamilton represents the spirit of perseverance and hope, inspiring many people with her story of overcoming difficulties. അപ്പോൾ ഇവരുടെ ഈ ഒരു കഥ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അവരുടെ ഡിസബിലിറ്റീസിനെ അതുപോലെ ഡിഫിക്കൽട്ടീസിനെയൊക്കെ ഓവർകം ചെയ്യാൻ, തരണം ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നേറാൻ ഈ ഒരു മാതൃക പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. Activity number 5. Bethany's strong determination and hard work brought her back to the surfboard. Her success is an inspiration to everyone. You are assigned to interview Bethany for your school magazine. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ മാഗസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കളക്ട് ദ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻ്റർവ്യൂവി. ഇൻ്റർവ്യൂ ചെയ്യപ്പെടാൻ പോകുന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക. നോ ദെയർ സോഴ്സസ് ഓഫ് ഇൻസ്പിറേഷൻ. എന്തൊക്കെയാണ് അവരുടെ പ്രചോദനം എന്ന് മനസ്സിലാക്കുക. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അവരുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ഒരെണ്ണം കൂടി നമുക്ക് ആഡ് ചെയ്യാം. പ്രിപ്പയർ thoughtful and relevant questions that cover various aspects of Bethany's life, including her experience after the shark attack. ഇവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ അവരുടെ ജീവിതത്തിലെ പല ആസ്പെക്റ്റുകളെ കുറിച്ച് ചോദിക്കാം. അവരുടെ സർഫിങ്ങിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ചും അതുപോലെ അവരുടെ വ്യൂസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ദിസ് വിൽ ഹെൽപ്പ് എൻഷുർ കോംപ്രിഹെൻസീവ് ആൻഡ് എൻഗേജിങ് ഇൻ്റർവ്യൂ. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ്. വാട്ട് ഡു ദിസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ? ഇവിടെ എന്തൊക്കെയാണ്? സീക്കിംഗ് ഇൻഫർമേഷൻ ഉണ്ട്, അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്നു, അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, അതുപോലെ വ്യൂസ് ഷെയർ ചെയ്യുന്നു, അതുപോലെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ വരിക. ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഇനി ആഡ് ചെയ്യാൻ കഴിയുക? എക്സ്പ്ലോറിംഗ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസ് റിലേറ്റഡ് ടു സിഗ്നിഫിക്കൻറ്റ് ലൈഫ് ഇവൻറ്റ്സ്.
അതും കൂടെ നമുക്ക് ഇതിൽ ചേർക്കാം. ദിസ് അഡീഷൻ കോംപ്ലിമെന്റ് ദ എക്സിസ്റ്റിംഗ് കാറ്റഗറി ബൈ എംഫസൈസിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇന്റർവ്യൂവീസ് ഫീലിംഗ്സ് ആൻഡ് റിഫ്ലക്ഷൻസ് ഓൺ ദിയർ ജേർണി. അപ്പോൾ ഇത് അവരുടെ ഫീലിങ്സിനെ കുറിച്ചും അതുപോലെ അവരുടെ റിഫ്ലക്ഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരു ഐഡിയ തരും. ഹൗ ഡു വി ഫ്രെയിം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക? കോട്ടിംഗ് ദ ഇൻ്റർവ്യൂസ് ഓൺ വേർഡ്സ്, അവരുടെ തന്നെ വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാം. റെഫറിങ് ടു സം ഇൻസിഡൻസ് ഇൻ ദർ ലൈഫ്, അവരുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. പോയിന്റിംഗ് ഔട്ട് ദർ അച്ചീവ്മെന്റ്സ്, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ചോദിക്കാം. റെഫറിങ് ടു റിലേറ്റഡ് സോഷ്യൽ ഇഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാം. ഇനി ഒരെണ്ണം കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം. ആസ്കിങ് അബൌട്ട് ദർ ഫ്യൂച്ചർ ഗോൾസ് ഓർ ആസ്പിറേഷൻസ്, അവരുടെ ഭാവി പരിപാടികളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ദിസ് അഡീഷൻ അലൗസ് ദ ഇന്റർവ്യൂവീ ടു ഷെയർ ദർ വിഷൻ ആൻഡ് പ്ലാൻസ്, അവരുടെ പദ്ധതികൾ എന്താണ്, ഭാവി പരിപാടികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി ലെറ്റ്സ് പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇതിനായിട്ട് വേണം നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഒന്ന് നോക്കാം. ഇതിൽ വരുന്ന കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായ ജീവിതം, പ്രൊഫഷണൽ ലൈഫ്, അതുപോലെ ഹാർഡ്ഷിപ്സ്, ചലഞ്ചസ്, നേരിട്ട പ്രശ്നങ്ങൾ, അവരുടെ പ്രചോദനങ്ങൾ, ഇൻസ്പിറേഷൻസ്, മോട്ടിവേഷൻസ്, അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ, അതുപോലെ മെസ്സേജ് നൽകുന്ന സന്ദേശങ്ങൾ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മെൻ്റൽ ഹെൽത്ത്, അവരുടെ മാനസിക ആരോഗ്യം, ലൈഫ് ലെസൺസ്, ജീവിതത്തിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. ഈ ബെഥനി ഹാമിൽട്ടൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഈ പറയുന്ന ഷാർക്ക് അറ്റാക്ക്. ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്മൾ അതിൻ്റെ താഴെ ഒരു കട്ട് ലൈൻ എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം 2, 3, 4, 5, 6 ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്താണ് ഓരോ സീനിലും കാണുന്നതെന്ന് എഴുതാം. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ ഓൾറെഡി ഉണ്ട്. ടൈഗർ ഷാർക്ക് അറ്റാക്സ് ബെഥനി വൈൽ ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദി വേവ്. അപ്പോൾ ഈ തിരമാല വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈഗർ ഷാർക്ക് ഇവരെ ആക്രമിക്കുന്നു. 2ാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബൈറൺ ആൻഡ് ഹോൾട്ട്, 2 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയുള്ള ഇവരുടെ കൂടെ സർഫിങ്ങിന് വന്ന ഒരാളുടെ സഹോദരനും ഫാദറും, അവരാണ് ബൈറൺ ആൻഡ് ഹോൾട്ട്. ഹെൽപ്പ് ഹർ റീച്ച് ദ ഷോർ, ഇവരെ തീരത്തെത്തിക്കാൻ സഹായിക്കുന്നു. പിന്നെ അടുത്ത ചിത്രത്തിൽ നമുക്ക് കാണാം ഹോസ്പിറ്റൽ സീനാണ്. ബെഥനി സ്പീക്സ് വിത്ത് ദ ഡോക്ടർ ഇൻ ദി ഹോസ്പിറ്റൽ. അടുത്തതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു ചിത്രമാണ്. ബെഥനി ഷെയർസ് ഹെർ സ്റ്റോറി ഡ്യൂറിങ് ഇൻ്റർവ്യൂസ്. അടുത്തതിൽ നമുക്ക് കാണാം 2ാമത്തെ തിരിച്ചുവരവാണ് ഈ ഒരു അപകടത്തിന് ശേഷം. അപ്പോൾ ഫാദർ ഹെൽപ്പ് ചെയ്യുന്നു. ഹർ ഫാദർ എൻകറേജസ് ഹർ ടു സ്റ്റാൻഡ് അപ്പ് ഓൺ ദ സർഫ് ബോർഡ് അഗെയിൻ. വീണ്ടും ഈ സർഫ് ബോർഡിൽ നിൽക്കാൻ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ബെഥനി റിട്ടേൺസ് ടു സർഫിംഗ്, അങ്ങനെ സർഫിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. പ്രിപ്പയർ എ നറേഷൻ ഓഫ് ബെഥനീസ് ലൈഫ് ബേസ്ഡ് ഓൺ ദ കട്ട് ലൈൻസ്. ഇപ്പോൾ നമ്മൾ എഴുതിയ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതുപയോഗിച്ചുകൊണ്ട് ഒരു നറേഷൻ, ഒരു വിവരണം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബെഥനി ഹാമിൽട്ടൺ ഈസ് എ യങ് സർഫർ ഫ്രം ഹവായ് whose life changed dramatically when she was attacked by a tiger shark on October 31st, 2003, losing her left arm. Despite this traumatic event, she remained strong. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. Her friends and family quickly came to help her and her father encouraged her to get back on the surfboard. അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം സഹായിച്ചു, പ്രത്യേകിച്ച് ഇവരുടെ ഫാദർ. While in the hospital, Bethany struggled with doubts about surfing again, but with her family's support, she began to believe she could return to the sport she loved. അപ്പോൾ വീണ്ടും തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും വന്നു. As she healed, അങ്ങനെ റിക്കവർ ചെയ്തതിന് ശേഷം, ഷീ അഡാപ്റ്റഡ് ഹെർ സർഫിംഗ് ടെക്നിക് ആൻഡ് വിത്ത് ഹെർ ഫാദേഴ്സ് എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഫാദറിൻ്റെ പ്രചോദനമാണ്, ഫാദറിൻ്റെ സപ്പോർട്ടാണ്. വീണ്ടും നീ ചെയ്ത് നോക്ക്, അടുത്തതിന് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഷീ സക്സസ്ഫുള്ളി സ്റ്റുഡ് അപ്പ് ഓൺ ഹെർ ബോർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദി അറ്റാക്ക്, ഫീലിംഗ് ഇമ്മൻസ് ജോയ്. അപ്പോൾ അതിന് വലിയ സന്തോഷം തോന്നി. ആദ്യമായിട്ട് വീണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിച്ചു. Her journey inspired many people and she shared her story through interviews and her autobiography. അപ്പോൾ ഇൻ്റർവ്യൂവിലൂടെയും അതുപോലെ അവരുടെ ആത്മകഥ പറയുന്ന പുസ്തകം സോൾ സർഫ്, ഇതിലൂടെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷനായി മാറി. വിച്ച് വാസ് ഓൾസോ മെയ്ഡ് ഇൻ ടു എ മൂവി. അതുപോലെ തന്നെ ഇതൊരു പിന്നീട് ഒരു സിനിമയായി മാറുകയും ചെയ്തു. ടുഡേ ബെഥനി ഈസ് സീൻ ആസ് എ സിംബൽ ഓഫ് ഹോപ്പ് ആൻഡ് റെസിലിയൻസ്, ഷോവിംഗ് ദാറ്റ് ദ ഡിറ്റർമിനേഷൻ ആൻഡ് സപ്പോർട്ട് എനിവൺ ക്യാൻ ഓവർകം സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ്. അപ്പോൾ ആത്മവിശ്വാസവും അതുപോലെ ഉറച്ച തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം.
After your interview with Bethany, Leading Daily has asked you to submit an article based on your interview. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയെന്ന് അറിഞ്ഞിട്ട് ഒരു പത്രക്കാരൻ നിങ്ങളോട് പറയുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതി തരണം. അപ്പോൾ ഒരു ആർട്ടിക്കിളിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ഹെഡ്ലൈൻ വേണം, അതൊരു ചെറിയ 5-6 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെഡ്ലൈൻ, അതുപോലെ ബൈലൈൻ, എഴുതുന്ന ആളുടെ പേര്, പിന്നെ ഇൻട്രൊഡക്ഷനാണ്. അവിടെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. യു ക്യാൻ യൂസ് കോട്ട്സ്, ഒബ്സർവേഷൻസ്, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നു. അത് കഴിഞ്ഞാൽ മിഡിൽ ഓർ ബോഡി പാർട്ട്, ഇവിടെയാണ് എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കൊടുക്കുന്നത്. പിന്നെ അവസാനം നിങ്ങളുടെ ഒരു വിലയിരുത്തൽ, ഒരു കൺക്ലൂഷനൊക്കെ നമുക്ക് ആർട്ടിക്കിളിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈൻ ബെഥനി ഹാമിൽട്ടൺ ഓവർകമ്മിങ് ദ ഷാർക്ക് അറ്റാക്ക്. ബൈലൈൻ അവിടെ നിങ്ങളുടെ പേര് എഴുതുക. ഇനി ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലൈഫ് ഈസ് അബൌട്ട് ഹൗ യു റെസ്പോണ്ട് ടു ചലഞ്ചസ്. The statement perfectly captures the journey of Bethany Hamilton, the young surfer who became a symbol of resilience after surviving a shark attack that changed her life forever. തൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ച ഈ ഒരു സംഭവത്തിന് ശേഷം അവരെങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രതിസന്ധികളെ നേരിടുന്നത് അതിനനുസരിച്ചിരിക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാം. On October 31st, 2003, Bethany faced a moment that would test her courage. അവരുടെ ആത്മധൈര്യത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. But her response to that challenge has inspired many around the world. അത് ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ നൽകി. ഇനി മിഡിൽ ബോഡി, ഇതിൽ ഈ റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നതൊന്നും നമ്മൾ പിന്നെ പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യമില്ല, അത് മനസ്സിലാവാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. At just 13 years old, Bethany was enjoying a day of surfing off the coast of Hawaii when a tiger shark attacked her, resulting in the loss of her left arm. This traumatic experience could have entered up her surfing dreams, but instead, it ignited a fire within her. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഒരു സ്വപ്നം എന്നേക്കുമായിട്ട് തകർന്നടിയുകയാണ് ചെയ്യാമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അത് അവരുടെ ഉള്ളിലുള്ള ഒരു തീയെ ഉണർത്തി എന്നാണ് പറയുന്നത്. Friends and family rushed to her aid, demonstrating the power of support in dire times. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തു. Among them, her father became a pivotal figure. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇവരുടെ ഫാദറാണ്. Constantly encouraging her to get back on the surfboard. വീണ്ടും തിരിച്ചു പോകാൻ അവളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. In the hospital, Bethany wrestled with doubts about her future as a surfer. Yet with steadfast encouragement from her loved one, she began envision returning to the waves she adored. വീണ്ടും തിരിച്ചു പോകാൻ അവൾ തീരുമാനിക്കുന്നു. As she recovered, her resilience shone brightly. She adapted her surfing technique. അപ്പോൾ സാധാരണ ഉള്ള സർഫിംഗ് ടെക്നിക്കുകളൊക്കെ ഒന്ന് ഇപ്പോഴത്തെ സ്ഥിതിക്ക് അനുസരിച്ച് ഒന്ന് മാറ്റം വരുത്തി. With her father's motivational shouts guiding her, stood up on her board for the first time post attack. ഈ ഒരു അറ്റാക്കിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു ബോർഡിന് മുകളിൽ കയറി ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിച്ചു. The joy of that moment marked a significant milestone in her recovery. Bethany didn't just return to surfing, she thrived. അപ്പോൾ ഇത് തിരിച്ചു വന്നതെന്ന് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ പ്രശസ്തയാവുകയും ചെയ്തു. Through interviews, public appearance and her autobiography, Soul Surfer, she shared her inspiring story, emphasizing the importance of perseverance and familial support. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ നമ്മുടെ കഠിനാധ്വാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കാം. Her journey has resonated with many, proving that greatness comes from overcoming adversity. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റ്നെസ് ഉണ്ടാവുന്നത് എന്ന് ഈ വ്യക്തിയിലൂടെ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ പാർട്ടാണ്. Bethany Hamilton's life is a testament to the strength of human spirit. Her story encourages us to face our challenges head-on and reminds us that the profound impact of support from loved ones. As Bethany continues to inspire others, her journey serves as a powerful reminder that with determination and resilience, we can overcome the toughest obstacles in life. അപ്പോൾ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള സിറ്റുവേഷനെയും നമുക്ക് ആത്മവിശ്വാസം കൊണ്ടും അതുപോലെ പരിശ്രമം കൊണ്ടും നമുക്ക് കീഴടക്കി വിജയം നേടാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.